ഇന്നത്തെ അറിയിപ്പുകൾ. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിനൊരുങ്ങി സർക്കാർ. സ്ത്രീകളുടെ സുരക്ഷിത താമസത്തിനായി വനിതാ ശിശുവികസന വകുപ്പ് പുതുതായി സംസ്ഥാനത്ത് 10 ഹോസ്റ്റലുകൾ ആരംഭിക്കും. ഇടുക്കി ജില്ലയിലെ ചെറുതോണി, വാഴത്തോപ്പ്, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, പടനാട്, കണ്ണൂർ, മട്ടന്നൂർ, കോഴിക്കോട്, പത്തനംതിട്ട, റാന്നി, കോട്ടയം, ഗാന്ധിനഗർ, തൃശൂർ, മുളങ്കുന്നത്തുകാവ്, തിരുവനന്തപുരം, ബാലരാമപുരം എന്നിവിടങ്ങളിലാണ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നത്. നിലവിൽ 6 ഹോസ്റ്റലുകളുടെ നിർമ്മാണത്തിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 7 ഹോസ്റ്റലുകളുടെ നിർമ്മാണ ചുമതല ഹൗസിംഗ് ബോർഡിനും 3 എണ്ണത്തിന്റെ ചുമതല വനിതാ വികസന കോർപ്പറേഷനുമാണ്. 120 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 633 ബെഡുകളുള്ള ഹോസ്റ്റലാണ് പരിഗണനയിൽ. ആദ്യ ഗഡുവായി 79.20 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി രാജ്യത്ത് ആദ്യം ആവശ്യമുന്നയിച്ച സംസ്ഥാനം കേരളമാണ്. 50 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ SASCI ഫണ്ടിൽ നിന്ന് വായ്പയായി നൽകുന്ന തുകയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ഇത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു വരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴ ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ ജില്ലകളിലെ റവന്യൂ ഭരണത്തിലെ ഓരോ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയും ടൈപ്പിസ്റ്റ് തസ്തികയും നിർത്തലാക്കിയാണ് ദുരന്ത നിവാരണത്തിനു വേണ്ടി ഒരു ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന കേരള ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ 2025 കളമശ്ശേരി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ക്യാമ്പസിൽ വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കും. ഫെസ്റ്റിവലിൽ സ്റ്റാർട്ടപ്പ് ഉൽപ്പന്ന പ്രദർശനങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം, വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഷീ ലീഡ്സ് സമ്മിറ്റ്, ഫൗണ്ടേഴ്സ്, ക്രിയേറ്റേഴ്സ് ഉച്ചകോടികൾ തുടങ്ങിയവ ഉണ്ടാകും. ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ www.innovationfestival.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 1034 തദ്ദേശ സ്ഥാപനങ്ങളിലെ 20,998 വാർഡുകളിലായി 2.66 കോടി വോട്ടർമാരാണുള്ളത്. ഇതിൽ 1.26 കോടി പുരുഷന്മാരും 1.4 കോടി സ്ത്രീകളും 233 ട്രാൻസ്ജെൻഡറുമാണ് ഉള്ളത്. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. 2025 ജനുവരി 1-നകം 18 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിക്കും.